നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷത്തെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഈ മാസം നടക്കാൻ പോകുന്നത്. അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. വിൻഡോ അറിയാലോ. ഈ വർഷത്തെ അവസാനത്തെ വിൻഡോയാണ്. അപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ, ബ്രസീൽ, അർജൻറ്റീന തുടങ്ങിയ ടീമുകളൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങളാണ് കളിക്കുന്നത്. അർജൻറ്റീന ഒരു കളിയേ കളിക്കുന്നുള്ളൂ, അറിയാലോ. പിന്നെ ബ്രസീൽ 2 കളികളുണ്ട്. ഒന്ന് സെനഗലിനെതിരെ നവംബർ 15 ഇന്ത്യൻ സമയം രാത്രി 9:30 രണ്ടാമത്തെ മത്സരം നവംബർ 19 പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്കാണ്. ആദ്യ മത്സരം സെനഗലിനെതിരെ കളിക്കുന്ന ബ്രസീൽ, രണ്ടാമത്തെ മത്സരം ടൂണീഷ്യക്കെതിരെ കളിക്കുന്നു. അപ്പം ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്ക്വാഡിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നലെ ബ്രസീലിയൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ സമയം രാത്രി 11:30 നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ബ്രസീൽ ടീമിൻ്റെയും അർജൻറ്റീന ടീമിൻ്റെയും പോർച്ചുഗൽ ടീമിൻ്റെയും ഒക്കെ കോളപ്പിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യാറുള്ള പോലെ നമ്മൾ വിശദമായിട്ടൊന്ന് എടുത്ത് നോക്കുകയാണ് ഈ ബ്രസീൽ സ്ക്വാഡിനെ. ആഞ്ചലോട്ടിക്ക് ഓരോ കോളപ്പിനും കുറേ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് പരിശോധിക്കണം. ഇതാണോ ബ്രസീലിന് ഇപ്പോഴുള്ള ഏറ്റവും മികച്ച സ്ക്വാഡ് എന്നൊരു ചോദ്യവുമുണ്ട്. ഏതായാലും ആദ്യം നമ്മൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ക്വാഡ് നോക്കുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ബെൻഡോ, അൽ നസറിൻ്റെ ബെൻഡോ, ഫെനർബാഷയുടെ എഡേഴ്സൺ, കൊറിന്ത്യൻസിൻ്റെ ഹ്യൂഗോ സൗസ. ഇതാണ് ഗോൾ കീപ്പർ പൊസിഷനിൽ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഫ്ലെമിംഗോയുടെ അലക്സാൻഡ്രോ, മൊണോക്കോയുടെ കായോ ഹെൻറിക്കെ, ഫ്ലെമിംഗോയുടെ ഡാനിലോ, റയൽ മാഡ്രിഡിൻ്റെ എദർ മിലിറ്റാവോ, ക്രുസൈറോയുടെ ഫബ്രീസിയോ ബ്രൂണോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്, ബാഹിയയുടെ ലൂസിയാനോ ജൂബ, PSG മാർക്കിനോസ്, വാസ്കോയുടെ പൗലോ ഹെൻറിക്കെ, റോമയുടെ വെസ്ലി. മധുരയിലേക്ക് വന്ന ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ്, ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുയിമേറസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ, അൽ ഇത്തിഹാദിൻ്റെ ഫാബിഞ്ഞോ, വെസ്റ്റാമിൻ്റെ ലൂക്കാസ് പക്കേറ്റ. മുന്നേറ്റത്തിൽ ചെൽസിയുടെ എസ്റ്റവായോ വില്യൻ, ചെൽസിയുടെ ജാവോ പെട്രോ, സെനിത്തിൻ്റെ ലൂയിസ് എൻട്രീക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ, ടോട്ടനാമിൻ്റെ റിച്ചാലീസൺ, റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ, റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ, പാൽമിറാസിൻ്റെ വിക്ടർ റോക്ക്. യെസ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. അപ്പോൾ ഈ സ്ക്വാഡിൽ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ആരാധകർക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങൾ ചില വിലയിരുത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ കോളപ്പിൽ ആരാധകർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കോളപ്പുണ്ടെന്ന് പറയേണ്ടി വരും. ഒന്ന് റിച്ചാലീസനാണ്. റിച്ചാലീസൺ 2022 വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിന് വേണ്ടി എത്ര കളി കളിച്ചെന്നറിയാമോ? അദ്ദേഹം ബ്രസീലിന് വേണ്ടി 12 കളികൾ കളിച്ചു. 7 കളികളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടോ ഈ 12 കളികളിൽ നിന്ന് അദ്ദേഹം ആകെ അടിച്ച ഷോട്ട് 11 എണ്ണമാണ്. 3 എണ്ണമാണ് ഓൺ ടാർഗറ്റ്. 5 ബിഗ് ചാൻസസ് ആണ് അദ്ദേഹം വേസ്റ്റ് ചെയ്തത്. 1 ബിഗ് ചാൻസ് ആണ് ആകെ ക്രിയേറ്റ് ചെയ്തത്. 3 കീ പാസുകളാണ് അദ്ദേഹം കൊടുത്തത്. 19 ഡ്യുവൽസാണ് വിൻ ചെയ്തത്. ഇനി സ്ട്രൈക്കറാണല്ലോ. ഗോൾ അടിച്ചോ? ഇല്ല. അസിസ്റ്റ് കൊടുത്തോ? ഇല്ല. 0 ഗോൾ ഇൻവോൾവ്മെൻ്റ് ആണ്. സ്റ്റിൽ കാർലോ ആഞ്ചലോട്ടി റിച്ചാലീസനെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. ആഞ്ചലോട്ടിക്ക് അതിന് ന്യായീകരണമുണ്ട്, നമുക്കത് വഴിയെ പറയാം. പിന്നെ അപ്പോൾ ഒഴിവാക്കിയത് ആരമോ? കായോ ഹോർഗെ. അതൊക്കെയാണ് വലിയ ഒരു സങ്കടമായിട്ട് ആരാധകർ ഇപ്പോൾ എടുത്തു പറയുന്നത്. കായോ ഹോർഗെ എന്തൊരു പ്രകടനമാണ് അവനിപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കണം. ബ്രസീലിയൻ ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ ബ്രസീലിയറിൽ ഇപ്പോൾ അടിച്ചത് ആരാ? കായോ ഹോർഗെ, 17 ഗോള്. ഏറ്റവും അധികം അസിസ്റ്റ് ആർക്കാണ്? കായോ ഹോർഗെ, 7 എണ്ണം. ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ആർക്കാണ്? കായോ ഹോർഗെ, 24 എണ്ണം. ഏറ്റവും അധികം ബിഗ് ചാൻസ് കൺവേർട്ട് ചെയ്ത ആരാണ്? കായോ ഹോർഗെ, 14 എണ്ണം. ഷോട്ട് ഓൺ ടാർഗറ്റ് ഏറ്റവും അധികം ബ്രസീലിയറോ സീരിയയിൽ അടിച്ചിട്ടുള്ള ആരാണ്? കായോ ഹോർഗെ, 36 എണ്ണം. പെനാൽറ്റീസ് ഏറ്റവും അധികം വിൻ ചെയ്ത ആരാണ്? കായോ ഹോർഗെ, ഫസ്റ്റ് ഒന്നാമതാണ്, 3 എണ്ണം അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോഴോ ഈ കായോ ഹോർഗെക്ക് സ്ക്വാഡിൽ ഇടമില്ല. 2022 വേൾഡ് കപ്പിന് ശേഷം ആകെ റിച്ചാലിസിന് അടിച്ച് 21 ഗോളാണ്. ബ്രസീലിന് വേണ്ടിയിട്ടല്ല, ബ്രസീലിന് വേണ്ടി ഒറ്റ ഗോളും അടിച്ചിട്ടില്ല. മൊത്തത്തിൽ ക്ലബിനൊക്കെ അടിച്ചിട്ടുള്ളത്. കായോ ഹോർഗെ ഈ സീസണിൽ മാത്രം 22 ഗോളായിട്ടുണ്ട്.
അതാണ് നോക്കേണ്ടത്. സോ സ്റ്റിൽ കായോ ഹോർഗെ പുറത്ത്. ഒരു പക്ഷേ നേരത്തെ കായോ ഹോർഗയെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട് അഞ്ചലോട്ടി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാവണം റിച്ചാലിസിനെ വീണ്ടും വീണ്ടും അവസരം കൊടുത്ത് നോക്കുകയാവണം. എന്തൊക്കെയാണെങ്കിലും അതങ്ങ് ദഹിക്കാത്തൊരു കോളപ്പാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആഞ്ചലോട്ടി പറയുന്നത് ഒരു ഡിഫറൻറ്റ് പ്രൊഫൈൽ നമുക്ക് വേണം. ഇപ്പോൾ നല്ല രൂപത്തിൽ ഗോളടിക്കുന്ന മുന്നേറ്റനിര താരങ്ങൾ പലരും ഉണ്ടാവും. അപ്പോൾ അതിൽ ബ്രസീലിൻ്റെ മുന്നേറ്റനിര താരങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാവോ പെഡ്രോ ആണെങ്കിലും മാത്യൂസ് കുഞ്ഞ ആണെങ്കിലും അതുപോലെ വിക്ടർ റോക്ക് ആണെങ്കിലുമൊക്കെ വിത്ത് ബോൾ നന്നായിട്ട് കളിക്കുന്നവരാണ്. എന്നാൽ പെനാൽറ്റി ബോക്സിൽ നമുക്കൊരു റെഫറൻസ് പോയിൻ്റ് വേണം. അങ്ങനെയുള്ള പ്രൊഫൈലാണ് വേണ്ടത്. അങ്ങനൊരു പ്രൊഫൈലാണ് റിച്ചാലിസൺ. റിച്ചാലിസൺ അങ്ങനെയാണ്, ഇഗോർ ഹീസസ് അങ്ങനെയാണ്, പെഡ്രോ അങ്ങനെയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളെന്ന നിലക്കാണ് റിച്ചാലിസൺ എടുത്തതെന്നാണ് കോച്ച് പറയുന്നത്. ടാക്റ്റിക്കലായിട്ടുള്ള ഒരു വിശകലനമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഏതായാലും പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഒട്ടും മികവിലല്ല റിച്ചാലിസൺ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈവൻ ജാവോ പെഡ്രോ കോളപ്പിന് ഡിസേർവ്ഡ് അല്ല എന്ന്. കാരണം വളരെ ആവറേജ് പെർഫോമൻസാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിയാണ്, ടോട്ടനമിനെതിരെ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു ആവറേജ് പെർഫോമൻസ് ജാവോ പെഡ്രോയിൽ നിന്ന് വരുന്നുള്ളൂ. അദ്ദേഹം പോലും സ്ഥാനം അർഹിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്ന റിച്ചാലിസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കായോ ഹോർഗയും ഇഗോർ തിയാഗോയും അതുപോലെ മാർക്കസ് ലിയനാർഡോയും ഒക്കെ നല്ല ഫോം നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ അവരെ ടീമിലേക്ക് എടുക്കാതെ റിച്ചാലിസിനെ എല്ലാ സമയത്തും സ്ക്വാഡിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആരാധകരെ നിരാശരാക്കി മാറ്റുന്നൊരു കാര്യം. ഏതായാലും ഒരു നിലവിൽ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രസീൽ താരത്തെയാണ് സ്ക്വാഡിലേക്ക് എടുക്കാതിരുന്നത്. ഇതൊരു സൂപ്പർ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ താരങ്ങൾക്കും അവസരം കൊടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിലെ കോളപ്പ് മോർ ഓർ ലെസ് വേൾഡ് കപ്പ് സ്ക്വാഡ് പോലെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ് കായോ ഹോർഗയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനം എന്നുള്ളത് അടുത്ത ആ ഒരു വേൾഡ് കപ്പിൻ്റെ സ്ക്വാഡൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കുറേ പൊസിഷനുകളിലേക്ക് താരങ്ങളെ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ, വിശകലനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉത്തരം എന്തായാലും കോച്ചിനുണ്ട്. കോച്ച് ഡാനിലോയെ എന്തിനുൾപ്പെടുത്തി? പല സുഹൃത്തുക്കളുടെയും ചോദ്യമാണ്. ബ്രസീലിയൻ മാധ്യമങ്ങളും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോച്ച് പറയുന്ന മറുപടി എന്താണെന്നറിയോ? എല്ലാ പൊസിഷനിലും, ഡിഫൻസിൻ്റെ എല്ലാ പൊസിഷനിലും കളിക്കാൻ കെൽപ്പുള്ള ഒരു കളിക്കാരൻ ബ്രസീലിലുണ്ടെങ്കിൽ അത് ഡാനിലോയാണ്. അവനെക്കൊണ്ട് നമുക്ക് റൈറ്റ് ബാക്ക് കളിപ്പിക്കാം, ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാം, സെൻറ്റർ ബാക്കിൽ ഏത് പൊസിഷനും കളിപ്പിക്കാം. സെൻറ്റർ ബാക്കിന് 2 പൊസിഷൻ ഉണ്ടല്ലോ, ആ 2ഉം കളിപ്പിക്കാൻ പറ്റും. സോ 4 പൊസിഷനുകളിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നയാളാണ് ഡാനിലോ. അതുകൊണ്ടാണ് ടീമിലെടുത്തെന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവൻ്റെ എക്സ്പീരിയൻസും ലീഡർഷിപ്പും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതാണ് ആഞ്ചലോട്ടിയുടെ ന്യായീകരണം. അതായത് ഏത് പൊസിഷനിലും ഡിഫൻസ് കളിപ്പിക്കാം ഡാനിലോയെ, അതുകൊണ്ട് വീണ്ടും ടീമിലെടുത്തു. അലക്സാന്ദ്രോയുടെ കാര്യമോ? അങ്ങനെയെങ്കിൽ അലക്സാന്ദ്രോയെ കുറിച്ച് പറയുന്നത്, അവൻ ഫിറ്റാണെങ്കിൽ, ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച വിങ് ബാക്കുമാരുടെ കൂട്ടത്തിൽ, ഫുൾ ബാക്കുമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നാണ് കോച്ച് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ചോദ്യം, എന്തുകൊണ്ട് റിച്ചാലിസൺ ഉൾപ്പെടുത്തി എന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. എന്തുകൊണ്ട് റിച്ചാലിസൺ എന്നുള്ളതിനുള്ള മറുപടി. അപ്പോൾ പിന്നെ ഈ വേൾഡ് കപ്പിന് ശേഷം ഒരിക്കൽ പോലും കോളപ്പിലേക്ക് വരാത്തൊരാളാണല്ലോ ഫാബിഞ്ഞോ. ആ ഫാബിഞ്ഞോയെ എന്തിന് ടീമിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ? കാസമിറോക്ക് ഉള്ളൊരു പ്രൊഫൈല്, കാസമിറോയെ പോലെ കളിക്കുന്ന ഒരാൾ കൂടി ടീമിലേക്ക് വേണം, നമുക്ക് ആവശ്യം വന്നാൽ ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ അതിന് കെൽപ്പുള്ള ആളാണ് ഫാബിഞ്ഞോ. ആവശ്യത്തിന് അദ്ദേഹത്തിന് എക്സ്പീരിയൻസും ഉണ്ട്, അതുകൊണ്ടാണ് സ്ക്വാഡിലേക്ക് എടുത്തത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഫബ്രീസിയോ ബ്രൂണോ, അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടക്കം കാണാം എന്തിന് ഫബ്രീസിയോ ബ്രൂണോ എന്ന്. കാരണം കഴിഞ്ഞ കളിയിൽ അദ്ദേഹം അത്ര മികച്ച പെർഫോമൻസ് അല്ലല്ലോ ജപ്പാനെതിരെ നടത്തിയത്. ഒരു പക്ഷേ ബ്രസീലിൻ്റെ തോൽവിക്ക്, ജപ്പാനെതിരെയുള്ള തോൽവിക്ക് ഒരു പ്രധാന കാരണം ഫബ്രീസിയോ ബ്രൂണോയുടെ മിസ്റ്റേക്കുകളായിരുന്നു. അതുകൊണ്ടാണ് എന്തിന് ഫബ്രീസിയോ ബ്രൂണോ ചോദിക്കുന്നത്. അതിന് കോച്ച് പറയുന്ന ഒരു മറുപടിയുണ്ട്, നമ്മൾ ഒരു കളി വെച്ച് മാത്രമല്ല ഒരു കളിക്കാരനെ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും വളരെയധികം വിഷമത്തോടു കൂടിയാണ്, അപ്സെറ്റായിട്ടാണ് ഫബ്രീസിയോ ബ്രൂണോ ജപ്പാനിൽ നിന്നും മടങ്ങിപ്പോകുന്നത്. പക്ഷേ
അവൻ ഇതുവരെ നടത്തിയിട്ടുള്ള മികച്ച പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ഒറ്റ കളി കൊണ്ട് മാത്രമല്ല നമ്മൾ അവനെ വിലയിരുത്തുന്നത് എന്നാണ് കോച്ചിൻ്റെ അഭിപ്രായം. അപ്പോൾ ഓരോ താരങ്ങളെയും എന്തുകൊണ്ട് സ്ക്വാഡിലേക്ക് എടുത്തു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാനുണ്ട് കോച്ച് കാർലോ ആഞ്ചലോട്ടിക്ക്. ഇപ്പോൾ ഫാബിഞ്ഞോയുടെ കാര്യത്തിൽ 2025 അദ്ദേഹം 34 കളികൾ കളിച്ച് 2 ഗോളും 3 അസിസ്റ്റുമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഡിഫൻസീവ് മിഡ് എന്ന രൂപത്തിൽ അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. 12 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, 93% പാസിംഗ് ആക്യുറസി, 72% ലോങ് പാസ് ആക്യുറസി, 184 ഡുവൽസ് വിൻ ചെയ്തു, 97 ടാക്കിളുകൾ അദ്ദേഹം നടത്തി, 212 ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹം നടത്തി. സോ മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ക്വാഡിലേക്ക് ഇപ്പോൾ കോച്ച് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സ്ക്വാഡ് വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു പരീക്ഷണം എന്ന രൂപത്തിൽ മാത്രം കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിലുള്ള ചില താരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള താരങ്ങൾ ഇപ്പോൾ പരിക്കൊക്കെ മാറി വരികയാണെങ്കിൽ നെയ്മർ എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് കരുതണം. അതുപോലെ തന്നെ റഫീഞ്ഞ പരിക്ക് മാറി പൂർണ്ണ ആരോഗ്യത്തോടെ വന്ന അദ്ദേഹം എന്തായാലും സ്ക്വാഡിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ എന്തായാലും സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഈ സ്ക്വാഡ് നമ്മൾ പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർമാരായിട്ട് ഇപ്പം എഡേഴ്സണും ബെൻഡോയും ഹ്യൂഗോ സൗസയുമാണ്. അപ്പോൾ ഹ്യൂഗോ സൗസ കഴിഞ്ഞ ആ ഒരു മത്സരത്തിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല ജപ്പാനിൽ നടത്തിയിട്ടുള്ളത്. സോ പക്ഷേ ഹ്യൂഗോ സൗസയെ കോച്ച് കാണുന്നത് ഈ പെനാൽറ്റി തടയാനുള്ള സ്പെഷ്യലിസ്റ്റ് പ്ലെയർ എന്ന രൂപത്തിലാണ്. അത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2022 വേൾഡ് കപ്പൊക്കെ നോക്കുകയാണെങ്കിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അത്ര മികവ് കാണിക്കാൻ പറ്റിയില്ല ബ്രസീലിൻ്റെ ഗോളിക്ക് എന്നുള്ളൊരു തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് ബ്രസീലിൽ ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച പെനാൽറ്റി സേവർ എന്ന് പറയാവുന്ന ഗോൾ കീപ്പറാണ് ഹ്യൂഗോ സൗസ. അപ്പോൾ അദ്ദേഹത്തെ സ്ക്വാഡിൽ വേണമെന്നുള്ളത് ആഞ്ചലോട്ടിയുടെ നിർബന്ധമാണ്. പിന്നെ ബെൻഡോ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അത്രയധികം അവസരമൊന്നും കൊടുക്കാറില്ല. നവാഫ് അൽ അക്കീദിയാണ് കളിക്കുന്നത് അൽ നസറിന് വേണ്ടിയിട്ട്. പിന്നെ ചില മത്സരങ്ങളിലൊക്കെ കളിക്കാറുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുമുണ്ട്. സോ ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്ക അവിടെയുണ്ട്. എഡേഴ്സൺ ഇപ്പോൾ ഫെനർബാഷയിലാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ മികവ് കാണിക്കുമെന്ന് തന്നെ കരുതാം. അദ്ദേഹം തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ഈ കളിയിൽ ഉണ്ടാവുക. ആലിസൺ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തുന്നതോടുകൂടി പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് കരുതാം. ഇനി ഡിഫൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗബ്രിയൽ മെഗല്ലസ്, എദർ മിലിറ്റാവോ, എന്താ സംശയം? സൂപ്പർ ഡിഫൻസ് ആണല്ലോ. പിന്നെ മാർക്കിന്യോസ് ഉണ്ട്. ഇനി മാർക്കിന്യോസിൻ്റെ എക്സ്പീരിയൻസും മറ്റുമൊക്കെ വെച്ച് അദ്ദേഹം ഗബ്രിയലിൻ്റെ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ ഫബ്രീസിയോ ബ്രൂണോ, എന്തുകൊണ്ട് ഫബ്രീസിയോ ബ്രൂണോയെ വീണ്ടും എടുത്തു എന്നുള്ള കാര്യത്തിൽ കോച്ച് നൽകിയ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ് സെൻറ്റർ ബാക്കുമാരുടെ ഒരു അവൈലബിലിറ്റി. ഇനി നോക്കണം, വലത് പാർശ്വത്തിൽ വെസ്ലി ഉണ്ട്. റോമയുടെ വെസ്ലി നല്ല ചോയ്സാണ്. അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കരുതാം. അതല്ല ഇനിയിപ്പോൾ പൗളോ ഹെൻറിക്കയും ഡാനിലോയും അവിടെ അവൈലബിൾ ആണ്. സോ ഡാനിലോയുടെ കാര്യത്തിൽ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടല്ലോ. പിന്നെ മറുഭാഗത്ത് ഇടതുപാർശ്വത്തിൽ കായോ ഹെൻറിക്കയ്ക്കാണ് കൂടുതൽ സാധ്യത. അലക്സാന്ദ്രോയെ സ്ക്വാഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജൂബ എടുത്തിട്ടുണ്ട്, ലൂസിയാനോ ജൂബ, പുതിയ കോളപ്പാണ്. അദ്ദേഹം 26-കാരനായിട്ടുള്ള താരം ബാഹിയയ്ക്ക് വേണ്ടി നല്ല കളി കളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ക്വാഡിലേക്ക് എടുത്തത്. കോച്ച് വിശദീകരിച്ചത് നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള കളിക്കാരനാണ്, അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ മികവ് കാണിക്കാൻ പറ്റുന്നയാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് എന്ന് പറയുന്നു. ഏതായാലും ജൂബക്ക് അവസരം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഇനി മധുരയിലേക്ക് വരുമ്പോഴോ ബ്രൂണോ ഗുയിമാരസും കാസമിറോയും തന്നെ പ്രധാന റോളിലുണ്ടാവുക. അതിനപ്പുറത്തേക്കൊന്നും പോകും കോച്ച് നമ്മൾ കരുതുന്നില്ല. പിന്നെ ബ്രൂണോ ഗുയിമാരസിന് ഒരു ബാക്കപ്പായിട്ട് ആൻഡ്രി സാൻഡോസ് ഉണ്ട്. അതുപോലെ തന്നെ കാസമിറോക്ക് ഫാബിഞ്ഞോ. അത് ഇപ്പോൾ കോച്ച് പറയുന്നത് കാസമിറോയുടെ അതേ പ്രൊഫൈലുള്ളൊരു കളിക്കാരൻ, ആ തരത്തിലാണ് ഫാബിഞ്ഞോയെ കാണുന്നത്. ഫാബിഞ്ഞോ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ കാലമായിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിൽ അവസരങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ സൗദിയിൽ ഇത്തിഹാദിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മടങ്ങി വരവ് അദ്ദേഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നനുസരിച്ചായിരിക്കും അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള പോക്ക്. ദെൻ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു നമ്പർ 10 റോളിൽ നെയ്മർ ഇല്ലാത്തതുകൊണ്ട് നമ്പർ 10 റോളിൽ ആര് കളിക്കും? മാത്യൂസ് കുഞ്ഞ. ഇപ്പം നമുക്കറിയാമല്ലോ അദ്ദേഹം യുണൈറ്റഡ് പോയിട്ട് അങ്ങനെ അങ്ങ് മിന്നിക്കത്തിയിട്ടൊന്നുമില്ല. മാത്യൂസ് കുഞ്ഞ, അദ്ദേഹത്തിൻ്റെ ഒരു കവറപ്പായിട്ട് ലൂക്കാസ് പക്കേറ്റുണ്ട്. അപ്പോൾ 2 കളികളിൽ ഒരു പക്ഷേ രണ്ടുപേരും മാറി വരാനുള്ള സാധ്യതയാണ്.
ഇടതുപാർശ്വത്തിൽ വിനിയും റോഡ്രിഗോയും. ഇപ്പോൾ രണ്ടുപേരെയും ഇടതുപാർശ്വത്തിൽ തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണ് കോച്ച് സാബി അലോൺസോ ഉപയോഗപ്പെടുത്തുന്നത്. ആഞ്ചലോട്ടി പിടിച്ച് റോഡ്രിഗോയെ വലത് ഭാഗത്ത് കളിപ്പിക്കുമോ എന്നുള്ളത് റയൽ ആരാധകർക്ക് സംശയമുണ്ടാകും, റയൽ ബ്രസീൽ ആരാധകർക്ക്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വലത് പാർശ്വത്തിൽ എസ്റ്റവായോ വില്യനുണ്ട്. മാത്രമല്ല ലൂയിസ് എൻട്രിക്കെ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള ആളാണ്. മുന്നേറ്റത്തിലോ ജാവോ പെഡ്രോ, റിച്ചാലിസൺ, വിക്ടർ റോക്ക്, ഇതാണ് സെൻട്രൽ ഫോർവേഡ് ഓപ്ഷൻസ് ഉള്ളത്. അതിലിപ്പോൾ വിക്ടർ റോക്ക് എന്തൊരു കളിയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിന്നും ഫോമിലാണ് വിക്ടർ റോക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹിച്ച കോളപ്പ് തന്നെയാണ്. ഇപ്പോൾ ഈ സീസണിൽ 50 കളികൾ കളിച്ചു 2025, 41 സ്റ്റാർട്ട് ചെയ്തു, 17 ഗോളും 5 അസിസ്റ്റും. അപ്പോൾ അത് കണ്ട് നിങ്ങൾ കുറവല്ലെന്ന് വിചാരിക്കേണ്ട. തുടക്കത്തിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തയാളാണ്. ഈ സമീപകാലത്താണ് ഈ ഗോളുകൾ ഒക്കെ വന്നിട്ടുള്ളത്. 22 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ഓരോ 152 മിനിറ്റിലും ഗോൾ കോൺട്രിബ്യൂഷൻസ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തുടക്കത്തിൽ ആ യൂറോപ്പിൽ നിന്ന് മടങ്ങി വന്നിട്ടുള്ള കാലുറപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ തൻ്റെ പഴയ മികവിലേക്ക് തന്നെ ഇപ്പോൾ മടങ്ങി പോയിട്ടുണ്ട്. ഏതായാലും വലിയൊരു റോള് വിക്ടർ റോക്കിന് വഹിക്കാനുണ്ട്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ജാവോ പെഡ്രോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിച്ചാലീസിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു. പക്ഷേ കോച്ച് പറയുന്നത് റിച്ചാലീസിന് ഒരു ഡിഫറൻറ്റ് സ്ട്രൈക്കർ പ്രൊഫൈലാണ്. നമുക്ക് ഓഫ് ദി ബോൾ, വിത്തൗട്ട് ദി ബോൾ ഒരു റെഫറൻസ് എന്ന രൂപത്തിൽ കാണാനുള്ള ഒരാളാണ് റിച്ചാലീസൺ എന്നാണ്. അതെന്തായാലും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് കണ്ടറിയണം. കോച്ചിന് പക്ഷേ വലിയ വിശ്വാസമുണ്ട്. സോ ഇവിടെയുള്ളൊരു പ്രശ്നം സ്റ്റിൽ ആ സെൻട്രൽ ഫോർവേഡ് വിഷയം തന്നെയാണ്. കാരണം ജാവോ പെഡ്രോയും മാത്യൂസ് കുഞ്ഞയും ഒക്കെ ഒരു ഹൈബ്രിഡ് ടൈപ്പ് പ്ലെയേഴ്സാണ്. അവർ പ്യുവർ സെൻട്രൽ ഫോർവേഡ്മാരാണോ അല്ലെങ്കിൽ പ്യുവർ സ്ട്രൈക്കേഴ്സ് ആണെന്ന് വെച്ചാൽ അല്ല. പ്യുവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡാണ്. അതാണ് എൻസോ മറേസ്ക നേരത്തെ പറഞ്ഞത്. ജാവോ പെഡ്രോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സീസണിൽ 20-25 ഗോൾ അടിക്കുന്ന തരത്തിലുള്ള കളിക്കാരനല്ല. അദ്ദേഹം ഒരു ഡിഫറൻറ്റ് സ്ട്രൈക്കർ പ്രൊഫൈലാണ്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബ്രസീൽ ഗോളടിക്കാൻ ഇവരെ തന്നെയാണ് ആശ്രയിച്ച് പോകുന്നതെങ്കിൽ അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ വിക്ടർ റോക്കിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഫോം വെച്ച് അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ കഴിയുന്നതുമായിരിക്കും. ഇപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകൾ പലതും തരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഏതായാലും ഈ സ്ക്വാഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ആഞ്ചലോട്ടി കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ചെയ്ത ഒന്നായിരിക്കണം. 7 ബ്രസീലിയറോ താരങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. 7 ബ്രസീലിയറോ സീരിയയിലെ താരങ്ങൾ. അത് തന്നെ ഇപ്പോൾ പാൽമിറാസിൻ്റെയും ഫ്ലെമിംഗോയുടെയും ഒക്കെ താരങ്ങളെ വിളിച്ചത് അവരുടെ ബ്രസീലിയോറയിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങളിൽ നിന്ന് താരങ്ങൾ അകറ്റി നിർത്തും, അത് പ്രശ്നമാവുന്ന തരത്തിലുള്ള വിവാദമൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. പക്ഷേ കോച്ച് അതിന് പറഞ്ഞ മറുപടി ദേശീയ ടീം കഴിഞ്ഞിട്ടുള്ളൂ മറ്റേ ഏത് കളിയും. അപ്പോൾ ഏത് ക്ലബ്ബിലെ മത്സരമൊക്കെ ഷെഡ്യൂളൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്, പക്ഷേ ദേശീയ ടീം കഴിഞ്ഞിട്ടേ മറ്റൊന്നും ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ താരങ്ങൾക്ക്, ഇപ്പോൾ കായോ ഹോർഗയെ പോലെയൊക്കെയുള്ള താരങ്ങൾക്കൊക്കെ നമ്മൾ അവസരം പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതിൽ നിരാശയുണ്ട്. ബട്ട് സ്റ്റിൽ മികച്ച സ്ക്വാഡ് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം ബ്രസീൽ അടുത്ത മത്സരങ്ങളിൽ എന്ത് പെർഫോമൻസ് നടത്തും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എഴുതാം.